ചവറ മുൻ എം.എൽ.എ. എൻ. വിജയൻപിള്ളയുടെ 5ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ചവറ എം.എസ്.എൻ. കോളേജിൽ ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന, കോളേജിൽ അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചവറ മുൻ എം.എൽ.എ. എൻ. വിജയൻപിള്ളയുടെ 5ാം ചരമവാർഷികമാണ് ചവറ എം.എസ്.എൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. എം.എസ്.എൻ. കോളേജും എം.എസ്.എൻ. ട്രസ്റ്റും ചേർന്ന് എൻ. വിജയൻപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് കോളേജിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എല്ലാ രംഗത്തും വലിയ മാറ്റങ്ങൾ വന്നു. ശാസ്ത്രം വലുതായി പുരോഗതിയിലേക്ക് വന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം ആ രംഗത്ത് എങ്ങനെ നടപ്പാക്കാനുള്ള ചിന്തയാണ് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഉള്ളത്. ഇതെല്ലാം ആണെങ്കിലും ഒരു നല്ല മനുഷ്യനെ നമുക്ക് കാണാൻ പ്രയാസമാണ്. ഇതിൻ്റെ എല്ലാം ബ്രെയിൻ മനുഷ്യനാണ്. ഏത് പുരോഗതിയുടെയും മൂർത്തിഭാവം മനുഷ്യനാണ്. മനുഷ്യന്റെ ബ്രെയിനാണ് ഇതെല്ലാം. പക്ഷെ ഒരു നല്ല മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാകുക? നല്ല വാക്ക് പറയുന്നവരായിരിക്കും നല്ല മനുഷ്യൻ. പറയുന്ന വാക്ക് ചെയ്യുന്നയാളാണ് നല്ല മനുഷ്യൻ. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരുപോലെയാണ്. നല്ല ചിന്തയുള്ളവരാണ് നല്ല മനുഷ്യൻ. കാര്യം ഒരു മനുഷ്യന്റെ തലച്ചോറിലൂടെ 10,000-ലധികം ചിന്തകളാണ് കടന്നു പോകുന്നത് ഒരു ദിവസം. നല്ലതും ചീത്തയുമായ ചിന്തകൾ കടന്നു പോകും. പക്ഷെ നല്ല ചിന്തകളുള്ള മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, നല്ല ഹൃദയമുള്ള മനുഷ്യൻ. അപ്പൊ നല്ല ഹൃദയവും നല്ല സ്വഭാവവും നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും നല്ല വാക്കുമുള്ളവരാണ് നല്ല മനുഷ്യൻ. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ് ആയിരുന്നു നമ്മുടെ എല്ലാ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വിജയപിള്ള. കാരണം ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ തന്നെ 23 വർഷത്തിൽ കൂടുതലായി. ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങാൻ അദ്ദേഹത്തെ പോലെ ഒരാളല്ലാതെ വേറെ ആരെങ്കിലും മുൻകൈയെടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഗ്രാമീണ മേഖലയിൽ ഒരു പ്രൊഫഷണൽ സ്ഥാപനം തുടങ്ങിയത് സെൽഫ് ഫിനാൻസ് സ്ഥാപനമാണ്. അദ്ദേഹം നല്ല വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിനെ ഓർമ്മിക്കാൻ സ്മരിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളാണ് വിജയപിള്ള ചേർന്ന് തുടങ്ങിയത്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 2 സ്കൂള് അദ്ദേഹം തുടങ്ങി. അപ്പം വേണമെങ്കിൽ വിജയപിള്ള ചേർന്ന് വ്യാവസായിക രംഗത്ത് കിട്ടുന്ന ആ പണം ബാങ്കിൽ നിക്ഷേപിച്ചതിന് ശേഷം സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചിന്തിച്ചത്. അദ്ദേഹം ചിന്തിച്ചത് തനിക്ക് ലഭിക്കുന്ന വരുമാനം ഈ സമൂഹത്തിന് എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും, എങ്ങനെ അത് ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് നല്ല ചിന്ത. ഡോക്ടർ സുജിത് വിജയൻപിള്ള എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മധു ആർ സ്വാഗതം പറഞ്ഞു. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം.എസ്.എൻ. ട്രസ്റ്റ് ട്രസ്റ്റിമാരായ എസ്. രാമകൃഷ്ണപിള്ള, എൻ. ചന്ദ്രൻപിള്ള, മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് എൻ. രാജൻപിള്ള, പ്രൊഫസർ ഹിമകുമാരി വി, പ്രൊഫസർ ഡോക്ടർ കാർമൽ തോമസ്, അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ കെ. ഗോവിന്ദൻകുട്ടി, പ്രൊഫസർ എൻ. ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. തേജസ്വിനി, സുഹാന ഷാനവാസ്, ആദിൽ മജീദ് എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.